പൈസ ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല ലൈഫിൽ. ഇത് യഥാർത്ഥത്തിൽ സ്ലോ പോയ്സൺ പോലെയാണ്. അറിയാമോ? സാധാരണക്കാർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ല. അതായത് മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇല്ല, റിട്ടയർമെന്റ് പ്ലാന് ഇല്ല, എമർജൻസി ഫണ്ട് എന്തെങ്കിലും വേണോ എന്നുള്ളതിന് ഒരു ടാർജറ്റും ഇല്ല, ഇൻഷുറൻസിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ധാരണയേ ഇല്ല, ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകിച്ച് ഒരു ഗോൾ ബേസ്ഡ് അല്ല. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സാലറി വരും, ചെലവുകൾ നടക്കും, വർഷങ്ങൾ പോവും, നമ്മൾ നിന്നെടുത്ത് തന്നെ. എന്ന് വെച്ചാ 10 വർഷം കഴിഞ്ഞാലും നമ്മൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ പ്ലാനിങ് ഉണ്ടെങ്കിലോ 5 വർഷത്തിനുള്ളിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ട ഫണ്ട് റെഡിയാക്കാം. 15 വർഷത്തിനുള്ളിൽ കടമില്ലാത്ത ഒരു ലൈഫിലേക്ക് നമുക്ക് എത്തിച്ചേരാം. 60 വയസ്സാവുമ്പോഴേക്കും ഇൻകം വിത്തൗട്ട് ജോബ് എന്ന് വെച്ചാൽ പണിയെടുക്കാതെ കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. എന്ത് എമർജൻസി വന്നാലും നമ്മൾ പാനിക് ആവില്ല. ഫിനാൻഷ്യൽ പ്ലാനിങ് ഒരിക്കലും ലക്ഷറി അല്ല. അത് പണക്കാരുടെ മാത്രം ടൂൾ അല്ല, അത് സാധാരണക്കാരന്റെ സർവൈവൽ സിസ്റ്റമാണ്. ഇപ്പൊ തന്നെ നോട്ട്ബുക്ക് എടുക്കുക, നിങ്ങളുടെ ലൈഫിലെ 3 ഗോളുകൾ എഴുതിക്കോളൂ. ഒന്നാമത്തെ ഗോള് പ്രൊട്ടക്ഷൻ ആയിരിക്കണം, അതായത് ഇൻഷുറൻസ് പ്ലസ് എമർജൻസി. രണ്ടാമത്തെ ഗോള് എഡ്യൂക്കേഷൻ, ഫാമിലി നീഡ്സ്. മൂന്നാമത്തെ ഫ്രീഡം എന്ന് വെച്ചാൽ റിട്ടയർമെന്റ് പ്ലസ് അസറ്റുകൾ സമ്പാദിക്കുന്നത്. പ്ലാനിങ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പൈസ വർക്ക് ചെയ്യില്ല. നിങ്ങൾ എന്നും പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് തുടങ്ങിക്കോളൂ.